ഒരു അത്ഭുത കുട്ടിയെ പരിചയപ്പെടാമെന്ന്. മിസോറാമിന്റെ വണ്ടർകിഡ് 8 വയസ്സുകാരി എസ്തർ ലാൽദുഹാമി ഹാംതെ. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം ഈ അത്ഭുത ബാലികയുടെ ഫോട്ടോ എക്സിൽ പങ്കുവച്ചത്. ഒരു ഗിറ്റാർ ഈ സുന്ദരി കുട്ടിക്ക് സമ്മാനിക്കുന്ന പടം. ചിത്രം വൈറലായി. എസ്തറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സോഷ്യൽ മീഡിയയിൽ തിരച്ചിൽ തുടങ്ങി പൊതുജനം. എങ്ങനെയാണ് എസ്തർ ഇത്രയും പോപ്പുലർ ആയത് എന്നല്ലേ? ഭാരതത്തോടുള്ള സ്നേഹം നമ്മളെ എല്ലാം ഒന്നിപ്പിക്കുന്നുവെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചപ്പോൾ ഇത്രയും കരുതിയിരുന്നില്ല. എത്രമാത്രം യാഥാർത്ഥ്യമാണ് അതെന്ന്. അതിസങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തിയ അമിത്ഷാ ആ ഗൗരവമൊക്കെ മറന്ന് എസ്തറിന്റെ കലാവിരുന്ന് ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം. ിൽ മാ തുജേ സലാം എന്ന ഗാനത്തിന്റെ ആലാപനം വൈറലായതോടെയാണ് എസ്തർ ആദ്യമായി ദേശീയ ശ്രദ്ധ നേടുന്നത്. ടാക്സി ഡ്രൈവറായ ലാൽരി നങ്കിയുടെയും ലാലംപുയിയുടെയും മകളാണ് ഈ കുഞ്ഞു കലാകാരി. അമ്മ പ്രാദേശിക ഗായക സംഘത്തിലെ അംഗം. അമ്മയുടെ ഈ കഴിവ് തന്നെയായിരിക്കാം കുഞ്ഞ് എസ്തറിനും ലഭിച്ചത്. വടക്കു കിഴക്കൻ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിനായി ഡൽഹിയിൽ സംഘടിപ്പിച്ച അഷ്ടലക്ഷ്മി മഹോത്സവത്തിലും എസ്തർ ആയിരുന്നു താരം. അന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് മുന്നിലായിരുന്നു എസ്തറിന്റെ മാസ്മരിക പ്രകടനം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകമായ പൂർവി പാവക്കുട്ടിയെ അന്ന് പ്രധാനമന്ത്രിക്ക് എസ്തർ സമ്മാനിക്കുകയും ചെയ്തു. संस्कृति का प्रतिनिधित्व करती है और मिजोरम के 8 वर्षीय एस्थर ये मास्कट माननीय प्रधानमंत्री महोदय को भेंट कर. മാതൃഭാഷയല്ലാതെ എസ്തറിന് മറ്റ് ഭാഷകളൊന്നും അറിയില്ല. സുഹൃത്തുക്കളോടൊപ്പം ആവർത്തിച്ച് പാടിയാണ് ഹിന്ദി, ഇംഗ്ലീഷ് ഗാനങ്ങൾ മനഃപ്പാഠമാക്കിയത്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലാണ് ആദ്യ ഗാനമായ മാ തുജേ സലാം റെക്കോർഡ് ചെയ്തത്. 2021 മിസോറാം ഗവർണറിൽ നിന്ന് പ്രത്യേക അവാർഡ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ എസ്തറിന് ലഭിച്ചിട്ടുണ്ട്. മിസോറാമിലെ സോ വംശജരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള NGOയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് എസ്തർ. ലളിതം ഗംഭീരം. മോൾക്ക് അനുഗ്രഹാശിസുകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ സന്ദേശങ്ങൾ പ്രവഹിക്കുകയാണ്. അതെ, സംഗീതത്തിലൂടെ ഭാരതാംബയോടുള്ള സ്നേഹം നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കുകയാണ്, സംസ്ഥാനങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാതാക്കിക്കൊണ്ട്.
जनगण